ஸோ சொல்லுங்க செம்மன், துபாயில் நான் ஏன் സ്പെസിഫിക്കലാ മാരിടൈം സിറ്റിയിൽ ഇൻവെസ്റ്റ് பண்ணணும்னு? വളരെ നല്ല ചോദ്യമാണ്. ദുബായിന്റെ കോസ്റ്റ് ലൈൻ നോക്കുകയാണെങ്കിൽ ആകെ 72 കിലോമീറ്റർ ആണ്. ഈ 72 കിലോമീറ്ററിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പാം ജുമേറ ഉണ്ട്, അതല്ലെങ്കിൽ ബുൾഗാരി യോട്ട്സ് ആൻഡ് ഐലൻഡ്സ് ഉണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് ദുബായ് മാരിടൈം സിറ്റി. ഇവിടെയാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഉള്ളത്. ഒന്നാമത്തെ റീസൺ. ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഗവൺമെന്റിന്റെ റീഫ് പ്രൊജക്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് മാർക്ക് ആയിട്ടുള്ള ഒരു ടവർ കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഏതാണ്ട് 30,000 ജോബിൽ പ്ലസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഹൈ ഡിമാൻഡ് ഉള്ള സ്ഥലത്ത്, പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് സപ്ലൈ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, അതായത് ഇന്റർനാഷണൽ ക്രൂസ് ടെർമിനൽ. അത് അവിടെ അതിന് തൊട്ടടുത്ത് മാരിടൈം സിറ്റിക്ക് തൊട്ടടുത്താണ് വരുന്നത്. അവിടെ മിനിമം ഇയർലി ഇപ്പോൾ നമ്മുടെ ദുബായിൽ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ഏതാണ്ട് 15 to 20 മില്യൺ ആളുകൾ വരെ ഒരു വർഷത്തിൽ ദുബായിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രൂസ് ടെർമിനലും കൂടി തുടങ്ങുന്ന സമയത്ത് അതിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ അവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. സോ അതിന് തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു ലൊക്കേഷനും കൂടിയാണിത്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓപ്പൺ കമ്മ്യൂണിറ്റി ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതിന് തൊട്ടടുത്ത് മോളുണ്ട്, അതുപോലെ സ്കൂളുണ്ട്, പിന്നെ അതുപോലെ കൊമേഴ്ഷ്യൽസും ഉണ്ട്. സോ അവിടെ ഒരുപാട് ആളുകൾ വരും. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നല്ല റെന്റൽസും ആയിരിക്കും കിട്ടുക. സോ ഇതാണ് എന്തുകൊണ്ട് നിങ്ങൾ മാരിടൈം സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന് ഉത്തരം. ഓക്കെ ചെമ്മൻ, എനിക്കിപ്പോൾ சொல்லுங்க, ചെൽസി റെസിഡൻസിൽ ഞാൻ ഏൻ ഇൻവെസ്റ്റ് பண்ணணும்னு? അത് ഡെമാക്കിന്റെ പുതിയൊരു പ്രോജക്റ്റ് മാരിടൈം സിറ്റിയിൽ വരുന്ന ഈ ചെൽസി റെസിഡൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ യൂണിറ്റുകളും വാട്ടർ ഫേസിംഗ് ആയിട്ടാണ് വരുന്നത്. സീ ഫേസിംഗ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ആണ് കൊണ്ടുവരുന്നത്. ഫ്രണ്ട് ലോഡിംഗ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് ഫസ്റ്റ് റീസൺ. അതുപോലെ തന്നെ സീ ഫേസിംഗ് ആയിട്ടുള്ള ഏതൊരു അപ്പാർട്ട്മെന്റും ദുബായിയുടെ കോസ്റ്റൽ ലൈനിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും പെർ സ്ക്വയർ ഫീറ്റിൽ ലോഞ്ച് ചെയ്ത സമയത്ത് അറൌണ്ട് 3,200 മുതൽ 3,500 ദിർഹംസ് വരെയാണ് പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ് ഉള്ളത്. നമുക്ക് ഇതിലുള്ള ഒരു എൻട്രി പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2,800 മുതൽ 3,000 ദിർഹംസ് വരെയാണ് പെർ സ്ക്വയർ ഫീറ്റ് പോകുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഒരു ബ്രാൻഡഡ് കൊളാബറേഷൻ ആണ് ഈ പറഞ്ഞ ചെൽസി റെസിഡൻസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തുള്ള ചെൽസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുട്ബോൾ ക്ലബിന്റെ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് റിയൽ എസ്റ്റേറ്റിൽ ചെൽസി ബ്രാൻഡഡ് റെസിഡൻസ്, അതും ദുബായിയുടെ മാരിടൈം സിറ്റിയിൽ സീ ഫേസിംഗ് ആയിട്ട് വരുന്നത്. ഫൈനലി ഏതൊരു ഇൻവെസ്റ്ററുടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റെന്റലും റീസെയിലും. അപ്പോൾ നമ്മുടെ ദുബായിയുടെ ഈ കോസ്റ്റൽ ലൈനിലുള്ള ഏതൊരു അപ്പാർട്ട്മെന്റ് എടുത്ത് സീ ഫേസിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാലും അതിന് നല്ല അപ്രീസിയേഷനും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ റെന്റലും കിട്ടിയിട്ടുണ്ട്. ഇയർലി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റിന് നമ്മുടെ നാട്ടിലെ അറൌണ്ട് 40 ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക് ഇതിന്റെ റെന്റിലായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ஓகே செம்மன், எல்லாமே சூப்பரா இருக்கு. பிரைஸும் அதுக்கேற்ற மாதிரி இருக்குமே? പ്രൈസ് വളരെ സിമ്പിളാണ്. 1% മന്ത്ലി വെച്ച് അടയ്ക്കാൻ പറ്റിയ ഒരു പേയ്മെന്റ് പ്ലാൻ ഉള്ള ഒരു പ്രൊജക്റ്റ് ആണ് ചെൽസി റെസിഡൻസ്. ഇനി 24% ആണ് നമ്മൾ ഇനീഷ്യലി അടയ്ക്കേണ്ടത്. നമുക്ക് ബാക്കിയുള്ള 60%ഓളം അടയ്ക്കാൻ വേണ്ടിയിട്ട് അറൌണ്ട് 4 വർഷത്തെ സമയം കിട്ടുന്നുണ്ട്. ഈ 4 വർഷത്തിന് ശേഷം ബാക്കി ഹാൻഡ് ഓവറിന്റെ സമയത്താണ് നമ്മൾ 40% അടയ്ക്കേണ്ടത്. അതിന്റെ പ്രൈസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ പ്രൈസിന് കമന്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.